ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ചേരുന്നു. വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ഡിവൈഎഫ്ഐയുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റിബേഷ് രാമകൃഷ്ണൻ സ്ക്രീൻഷോട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോയെന്ന് പറയുന്നു. എന്താണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ 19 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രചരണ രീതിയാണ് UDF വടകരയിൽ നടത്തിയത്. നിങ്ങളെല്ലാം അത് കണ്ടതാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അവതരിപ്പിച്ച അശ്വമേധം എന്ന് പറയുന്നൊരു പരിപാടിയിലെ ഒരു ഭാഗം വെട്ടിമാറ്റി ടീച്ചർ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പ്രചരിപ്പിച്ചു. അത് വസ്തുതയാണല്ലോ. അത്തരം സംഭവങ്ങളൊക്കെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 17 പേരെ UDFയിലെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വസ്തുതയാണ്. മീഡിയ വണ്ണിൻ്റെയും മനോരമയുടെയും ഓൺലൈൻ ചാനൽ ഉപയോഗപ്പെടുത്തി ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്ന് പ്രചരിപ്പിച്ചു. AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പേഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണം നടന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാവായ ഭാസ്കരൻ മാഷ് ഇതിനു മുകളിൽ പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിബേഷിനെ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്തിയത്. റിബേഷ് ഇപ്പോഴും സാക്ഷിയാണ്. റിബേഷിൻ്റെ ഫോണിൽ നിന്നാണ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് 2/13 ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തതെന്നാണ് പറയുന്നത്. റിബേഷ് പോലീസുമായി സംസാരിച്ചപ്പോഴാണ് റിബേഷിന് അത് ബോധ്യമാകുന്നത്. അപ്പോൾ റിബേഷ് അന്നേ സമയത്ത് തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഭാഗമായി ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് റിബേഷ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫോൺ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതാണ് സംശയത്തിനിടയാക്കുന്നത്. അതെ, അത് ഞാൻ റിബേഷിനോട് ഞങ്ങൾ സംസാരിച്ചു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത് വയനാട്ടിലെ ദുരിതാശ്വാസ നിധി ഫണ്ട് സമാഹരണത്തിന് DYFI ഒരു ചലഞ്ച് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനത്തിൻ്റെ ഭാഗമായി 100 കണക്കിന് ആളുകളാണ് ഞങ്ങളും പങ്കാളികളായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിലേക്ക് DYFIയുടെ ഭാരവാഹികളുടെ ഫോണിലേക്ക് വ്യത്യസ്തമായ ഫോട്ടോ അയക്കുന്നത്. അത് ഡൗൺലോഡ് ചെയ്താൽ സ്വാഭാവികമായി എന്താവും, നമ്മുടെ ഫോണിലേക്ക് വരും, ഗ്യാലറിയിലേക്ക് വരും. റിബേഷിനോട് സംസാരിച്ചപ്പോൾ റിബേഷ് പറഞ്ഞു അങ്ങനെ എൻ്റെ ഫോണിൽ കണ്ടപ്പോൾ അത് ഇങ്ങനെയൊരു പ്രചരണമെല്ലാം നടക്കുന്നുണ്ട്, ഇങ്ങനെ ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്, ഇത് തിരിച്ചറിയണം എന്ന് ഒരു ആഹ്വാനം ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോർവേഡ് ചെയ്തത്. എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. മറ്റേതോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണെന്നാണോ പറയുന്നത് റിബേഷ്? എവിടെ നിന്ന് വന്നു എന്ന് സംബന്ധിച്ച് റിബേഷ് ഒരു വ്യക്തതയില്ല. ഞാൻ പറഞ്ഞല്ലോ 100 കണക്കിന് ഇങ്ങനെയുള്ള ഫോണിൽ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. ചെറിയതായ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. വ്യക്തിപരമായ ആളുകൾ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നൊക്കെ തന്നെ അയച്ചു തരും. എന്നെപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് തന്നെ അയച്ചു. അതുകൊണ്ട് റിബേഷിന് സ്ഥിരീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ പോലീസിന് കൈമാറി റിബേഷ് പറയുന്നത് ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം. ശാസ്ത്രീയമായ അന്വേഷണം നടത്തി യഥാർത്ഥം ഇത് ക്രിയേറ്റ് ചെയ്ത ആളെ കണ്ടെത്തണം. അതിന് DYFI എന്ന നിലക്ക് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ രൂപത്തിലേക്കുള്ള സഹായം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് റിബേഷ് നിർമ്മിച്ചതാണ് എന്ന നിലയിലേക്കുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിബേഷിനെതിരെ കേസെടുക്കണം, പ്രതി ചേർക്കണം എന്നാണ് പറയുന്നത് എന്ന നിലയിലേക്ക് ഇപ്പോൾ പ്രചരണം UDFൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണേണ്ടത് എല്ലാ വിഷയവും ഇതുപോലെയുള്ള സമാനമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ UDF സ്വീകരിച്ചൊരു രീതിയുണ്ട്. ആദ്യം ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ കുറ്റവാളികളായി വന്നത് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത ആളുകളെന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂമാഹിയിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒരു അസ്ലം ഒരു കേസിനകത്ത് പ്രതിയായി വന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഷോബിൻ തോമസ് മറ്റൊരു കേസിനകത്ത് പ്രതിയായി വന്നു. ഇങ്ങനെ 17ഓളം കേസിനകത്ത് ഇവിടെ സംശയം വരാൻ കാരണം എന്താണെന്നോ, ഇപ്പം ജില്ലാ സെക്രട്ടറി പറയുന്നു റിബേഷ് ഇതുകൊണ്ടാണ് ഫോൺ കൊടുത്തതെന്ന് പറയുന്നു. പക്ഷേ പോലീസ് മൊഴിയെടുത്ത സമയത്ത് റിബേഷ് ഇക്കാര്യം പോലീസിനോട് പറഞ്ഞിട്ടില്ല. പോലീസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഡൗൺലോഡ് ചെയ്തതാണോ അല്ലെങ്കിൽ റിബേഷ് നിർമ്മിച്ചതാണോ എന്ന് മറുപടി കൊടുക്കാത്തതുകൊണ്ട് ഫോൺ സീസ് ചെയ്ത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതാണ് സംശയത്തിന് വിവാദത്തിന് ഇടയാക്കുന്നത്. ഞങ്ങൾ റിബേഷുമായി സംസാരിച്ചു. റിബേഷ് പറയുന്നത് ശാസ്ത്രീയമായ അന്വേഷണം വരണം. അത് വരണമെങ്കിൽ ഫോറൻസിക് ലാബ് പോയി ഫോൺ തിരിച്ചു വരണം. അങ്ങനെ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പോലീസിന് ഫോൺ കൊടുത്തു. 2 സിം എനിക്ക് തിരിച്ചു തന്നു. അവസാനത്തെ സമയം അതിനകത്ത് രേഖപ്പെടുത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നതിൻ്റെ ഭാഗമായി റിബേഷ് ഫോണ്
പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ റിബേഷിൻ്റെ പേരുകൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വലിച്ചിഴക്കുകയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ വിഷയത്തിൽ നിയമപരമായി നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ ഡിവൈഎഫ്ഐ? ഡിവൈഎഫ്ഐ ഇപ്പോൾ നിയമപരമായി റിബേഷ് തന്നെ അഡ്വക്കേറ്റുമായി സംസാരിച്ച് റിബേഷ് നിയമപരമായി ഈ പ്രചരണത്തിനെതിരെ നിയമപരമായി പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. നിങ്ങൾക്കെല്ലാം അത് കിട്ടിയിട്ടുണ്ടാകും. ഈ വി വസീഫ് പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് UDF തന്നെയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ജില്ലാ കമ്മിറ്റിക്കുണ്ടോ? ആ പ്രതികരണം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കേസ് രജിസ്റ്റർ ചെയ്ത 17 കേസിനകത്തും മഹാഭൂരിപക്ഷം ആളുകളും പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി UDFൻ്റെയും ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വമാണ് പിടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് ശാസ്ത്രീയമായ അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നത്. അത് ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് വരട്ടെ, പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണം വരട്ടെ. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് UDFൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതായിരിക്കും. റിബേഷിന് പൂർണ്ണ പിന്തുണയുണ്ട്. റിബേഷിന് നിയമപരമായി പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഇതുണ്ട്. ഏതായാലും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പറയുന്നത് റിബേഷിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല. ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച വ്യാജ സ്ക്രീൻഷോട്ടാണ്. അത് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഫോൺ പോലീസിന് കൈമാറി. ഏതായാലും നിയമപരമായിട്ടും രാഷ്ട്രീയമായും എല്ലാവിധ സംഘടനാപരമായ പിന്തുണ റിബേഷ് നൽകുമെന്നാണ് ജില്ലാ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്.